Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natubu ilayhi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-dini kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna asdaqal kitabi kitabullah wa khairas sunan sunan Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah. Ya ayyuhalladhina amanu usikum awwalan bitaqwallah. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Wa ma qadarullaha haqqa qadri. Innallaha laqawiyyun aziz. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥയാണ് ഷഹാദത്ത് കലിമകൾ ഉൾക്കൊള്ളുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളത്. അനുഷ്ഠാന കാര്യങ്ങളിൽ പ്രഥമമായ സ്ഥാനം ഷഹാദത്തിനാവുക വഴിയായി സകല സൽക്കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നതിൻ്റെ പ്രഥമ നിബന്ധനയായി അള്ളാഹു അത് പരിഗണിക്കപ്പെട്ടു എന്നതാണ്. ഷഹാദത്തിൽ സംഭവിച്ചു പോകുന്ന പിഴവുകൾ നമ്മുടെ കർമ്മങ്ങളെ ഫലശൂന്യമാക്കും. നമസ്കാരമാണ് എങ്കിലും, സക്കാത്താണ് എങ്കിലും, നോമ്പും ഹജ്ജും ഉംറയും ഒക്കെയാണ് എങ്കിലും ഒരാളുടെ ഷഹാദത്ത് കൃത്യമല്ല എങ്കിൽ അത്തരം കർമ്മങ്ങളൊക്കെയും നിരാകരിക്കപ്പെടുമെന്നുള്ളതാണ്. ഷഹാദത്ത് അംഗീകരിക്കുന്ന ഒരാൾ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു എന്നതുകൂടിയാണ് അയാളുടെ പ്രഖ്യാപനത്തിലൂടെ അയാൾ അംഗീകരിച്ചു വരുന്നത്. അപ്പോൾ ഷഹാദത്തിൽ അടങ്ങിയിട്ടുള്ള മർമ്മപ്രധാനമായ ചില ഘടകങ്ങൾ ഉണർത്തുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗം. ആമുഖമായി ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറ ഹജ്ജിലെ 74-ാമത്തെ സൂക്തമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി. വമാ ഖദറുല്ല, അള്ളാഹുവിനെ അവർ കണക്കാക്കിയിട്ടില്ല. ഹഖ്ക ഖദ്രിഹി, കണക്കാക്കേണ്ട മുറപ്രകാരം, അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ അള്ളാഹുവിനെ കണക്കാക്കിയിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹു ശക്തനും പ്രതാപശാലിയും തന്നെയാകുന്നു. അപ്പോൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല എന്നതാണ് ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു പറയുന്നത്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച ഇമാം ബഗവി ആ ഖദറിനെ അദ്ദേഹം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഖദർ എന്നതിൻ്റെ മലയാള പരിഭാഷ മഹത്വമെന്നും നിർണയമെന്നും ബഹുമാനം എന്നുമൊക്കെയാണ് പറയുക. മാ അല്ലമൂഹു ഹഖ്ക അൽമത്തി, അള്ളാഹുവിന് കൊടുക്കേണ്ടതായ ബഹുമാനം അവർ കൊടുക്കുന്നില്ല. വമാ അറഫൂഹു ഹഖ്ക മഅരിഫത്തി, പടച്ചവനെ അറിയേണ്ടതുപോലെ അവരറിയുന്നില്ല. വലാ വസഫൂഹു ഹഖ്ക സിഫത്തിഹി,
പടച്ചവൻ്റെ വിശേഷണങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ, യഥാർത്ഥമായ രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു യഥാർത്ഥ മുറപ്രകാരമുള്ള വിശേഷണം അവർ നൽകുന്നില്ല. ഇങ്ങനെ ആണ് ആ ആയത്തിന് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പോരായ്മയായി അള്ളാഹു പറഞ്ഞു വച്ചിട്ടുള്ളത് കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കുന്നില്ല എന്നതാണ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കുന്നതിന് കൃത്യമായ അറിവ് ആവശ്യമാണ്, വിജ്ഞാനം ആവശ്യമാണ്. ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറ ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഒടുവിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. തൻ്റെ ദാസന്മാരിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ കൃത്യമായും അറിവുള്ളവർ മാത്രമാണ്. പടച്ചവനെ ഭയപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവുണ്ടായിരിക്കണമെന്ന് ആ ആയത്ത് അടിവരയിടുന്നുണ്ട്. നമ്മുടെ അറിവുകൾ എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ് മനുഷ്യരുടെ അറിവുകൾ. നമ്മുടെ ചിന്തയും ആലോചനയും പരീക്ഷണവും ഒക്കെ നടക്കുക നമ്മുടെ പദാർത്ഥ ലോകത്താണ്, ഭൗതിക ലോകത്ത് മാത്രമാണ് നടക്കുക. എന്നാൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ജ്ഞാനം ആത്മീയ ജ്ഞാനമാണ്. അള്ളാഹുവിങ്കൽ നിന്നുള്ള ദിവ്യ വെളിപാടുകളിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും അറിയുന്നത്. അങ്ങനെയാണ് നമുക്ക് കൂടുതലായി പടച്ചവനെ സംബന്ധിച്ചും പരലോകത്തെപ്പറ്റിയും സ്വർഗനരകങ്ങളെ സംബന്ധിച്ചും വിചാരണപ്പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന ആ ദിവ്യ വെളിപാടിലൂടെയാണ്. മക്കാ മുശ്രിക്കുകളായ ആളുകൾ പ്രവാചകൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ട് അൻസിബ് ലനാ റബ്ബുക്ക, നിൻ്റെ രക്ഷിതാവിനെ നീ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരിക എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ മൗനം പാലിച്ചു. തുടർന്ന് വഹി ഇറങ്ങി. ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വളരെ ഹ്രസ്വമായ 4 വചനങ്ങളിലൂടെ അള്ളാഹു ആരാണ് എന്നും എന്താണ് എന്നും അള്ളാഹു തന്നെയും വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ വാക്ക് കുൽ എന്നുള്ളതാണ്, നീ പറയുക എന്നതാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കൾ പറയുകയാണ്, കൗലൻ ജാസിമൻ ബിഹി, ഉറച്ചു പറയുക. ഏതെങ്കിലും ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയലല്ല, ഒരു കാര്യത്തെപ്പറ്റി കൃത്യമായി അറിഞ്ഞു പറയുക. മുഅത്തഖിദൻ ലഹു, ആ പറയുന്ന കാര്യത്തിൽ വിശ്വാസമുണ്ടാകണം. ഏതെങ്കിലും ഒരു കേട്ടുകേൾവിയുടെയോ ഒരു ഐതിഹ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല പറയാൻ പോകുന്നത്, അതിനെ സംബന്ധിച്ച് കൃത്യമായ വിശ്വാസത്തിലാണ്. മൂന്നാമത് പറഞ്ഞത് ആരിഫൻ ബി മഅനാ, എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അർത്ഥകൽപ്പന ഉണ്ടാവുക, അർത്ഥമറിഞ്ഞു പറയുക. ഈ ചെറിയ അധ്യായത്തെ അള്ളാഹുവിൻ്റെ റസൂല് വിശേഷിപ്പിച്ച ചില വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 ഈ അധ്യായമെന്ന്. പതിവായി ഈ അധ്യായം പാരായണം ചെയ്തുകൊണ്ടിരുന്ന സുബഹിക്കൊക്കെയും ഈ അധ്യായം പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഇമാമിനെ സംബന്ധിച്ച് ഒരു പരാതി ലഭിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ആളുകൾ പരാതി പറയുന്നുണ്ടല്ലോ, ഏതു നേരവും സൂറത്തുൽ ഇഖ്ലാസാണ് താങ്കൾ പാരായണം ചെയ്യുന്നത് എന്ന്. റസൂലിനോട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആ സൂറത്ത് അത്രമേൽ ഇഷ്ടമാണ് എന്നതാണ്. എന്നാൽ നീ ഏത് സൂറത്ത് ഇഷ്ടപ്പെട്ടുവോ അതുവഴിയായി നീ സ്വർഗാവകാശിയായിത്തീരുമെന്നുള്ള സന്തോഷ വാർത്തയാണ് പ്രവാചകൻ അറിയിച്ചത്. അത്രമേൽ പ്രാധാന്യമുണ്ട് ആ സൂറത്തിന്. ഈ സൂറത്തിൻ്റെ മറ്റൊരു പേര് സൂറത്തുൽ മഅരിഫ എന്നതാണ്. അറിയപ്പെട്ടത്, വിശ്രുതമായത് എന്നതാണ് ആ വാക്കിനർത്ഥം. ഈ അധ്യായത്തിന് നൽകിയിരിക്കുന്ന പേര് ഇഖ്ലാസ് എന്നതാണ്. നിഷ്കളങ്കമായി, കാപട്യമില്ലാതെ, വർണ്ണനകളില്ലാതെ, നാട്യമില്ലാതെ കൃത്യമായി തുറന്നു പറയുക. അതാണ് ആ പറഞ്ഞ വാക്കിൽ നിന്നുള്ള അർത്ഥം എന്ന് പറയുന്നത്. എന്താണ് അള്ളാഹു പറയുന്നത്? ഹുവല്ലാഹു അഹദ് എന്നതാണ്. അള്ളാഹു അവൻ ഏകനാകുന്നു എന്നതിനാണ്. അറബിയിൽ ഒന്ന് എന്ന് പറയാൻ വാഹിദ് എന്നാണ് പറയാം. എന്നാൽ മറ്റൊന്നിനെയും പരിഗണിക്കാതെ ആ ഒന്നിനെ പരിമിതപ്പെടുത്തുന്നിടത്താണ് അഹദ് എന്ന് പറയാം. അറിവ് അങ്ങനെയാണ് പോകേണ്ടത്. ഈ അള്ളാഹുവിൻ്റെ സ്ഥാനത്തിന്, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണത്തിന്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് അതേപോലെ ഉള്ളതോ അതിലേക്ക് ചേർക്കാൻ പറ്റിയതായോ മറ്റൊന്നുമില്ല എന്നുള്ള കൃത്യമായ
ആ ഒരു ഘടന തന്നെ, വാചക ഘടന തന്നെയും ആ ആയത്തിൽ അന്തർലീനമായിരിക്കുന്നു എന്നതാണ്. ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ കൊടിയ മർദ്ദനത്തിൽ ബിലാൽ ഇബ്നു റബാഹ് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് അള്ളാഹു അഹദ് എന്നതാണ്. അള്ളാഹു വാഹിദ് എന്നല്ല, അള്ളാഹു അഹദ് എന്നതാണ്. അള്ളാഹു ഏകനാണ്, അവനോടൊപ്പം മറ്റൊന്നില്ല എന്നത് കൃത്യമായി പറയുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, ആ അറിവ് അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ ആശയ ലോകം അത് മുശ്രിക്കുകളെ വല്ലാതെ വെപ്രാളപ്പെടുത്തി, അത്ഭുതപ്പെടുത്തി. അവർക്കത് സഹിക്കാൻ പറ്റാത്തതായി ഖുർആൻ അത് രേഖപ്പെടുത്തി. ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറ സ്വാദിലെ 5-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞു, അജഅലൽ ആലിഹത്ത ഇലാഹൻ വാഹിദ, എല്ലാ ഇലാഹുകളെയും നീ ഒന്നാക്കി തീർത്തുവോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് അത്ഭുതകരമായ കാര്യമാകുന്നു. മക്കയിലെ മുശ്രിക്കുകൾ ഈ വചനം കേട്ടിട്ട് അവരെ അത്ഭുത ബലതന്ത്രരായിക്കൊണ്ട് പ്രവാചകനോട് പ്രതികരിച്ചതായി ഖുർആൻ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്. എല്ലാത്തിനെയും കൂടി ഒന്നാക്കി കളഞ്ഞുവല്ലോ എന്നതാണ് അവരുടെ അത്ഭുതം എന്ന് പറയുന്നത്. 313 വിഗ്രഹങ്ങൾ ഉണ്ടായിട്ടും തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഗണിക്കപ്പെടാതെ 314-ാമത്തേന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, കുൽ ഹുവല്ലാഹു അഹദ്. പറയുക, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഉറച്ചു പറയുക, വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് പറയുക, ആശയവും അർത്ഥവും അറിഞ്ഞു പറയുക. എന്തു പറയുക? ഹുവല്ലാഹു അഹദ്, അവൻ അഥവാ അള്ളാഹു ഏകനാകുന്നു എന്നുള്ളത്. ബഹുത്വമോ നാനാത്വമോ ഇണയോ തുണയോ ഇല്ലാതെ, പങ്കാളിയോ ഇല്ലാത്തവൻ, വിശേഷണ ഗുണങ്ങളിൽ മറ്റൊരാൾക്കും യാതൊരു പങ്കുമില്ലാത്തവൻ, അങ്ങനെ ഒരു ആശയ ലോകമാണ് അവിടെ ലഭിക്കുന്നത്. മുശ്രിക്കുകളെയും വെല്ലുന്ന വിധത്തിൽ ഈ അറിവിൻ്റെ വിധാനത്തിൽ ആധുനികനായ മുസൽമാൻ എത്രത്തോളം അതപ്പതിച്ചു നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹു ഏതൊരു കാര്യമാണോ ആ വചനത്തിലൂടെ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, ആ അർത്ഥകൽപ്പനയെ പൊളിച്ചടക്കുന്ന വിധത്തിലാണ് ആധുനിക ലോകത്ത് മുസ്ലിങ്ങളായ ആളുകൾ ആ ആയത്ത് തന്നെയും മുന്നിൽ വച്ചുകൊണ്ട് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നത്. ഖുർആനിലെ മറ്റൊരു ഭാഗം 67-ാമത്തെ അധ്യായം സൂറ മുൽക്കിലെ 13-14 വചനങ്ങൾ വളരെ കൃത്യമായിട്ട് അള്ളാഹു പറയാ, വ അസിറു കൗലക്കും, നിങ്ങളുടെ സംസാരം നിങ്ങൾ രഹസ്യമാക്കിയാലും, അവിജുഹറു, അതല്ല നിങ്ങളത് പരസ്യമാക്കുകയാണ് എങ്കിലും, ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിയുന്നതാണ്. നമ്മളുടെ വാക്കുകൾ നമ്മൾ രഹസ്യമായി നമ്മുടെ അന്തരാളത്തിൽ സൂക്ഷിച്ചു വച്ചാലും, അതല്ല പരസ്യമായി മൈക്ക് കെട്ടി പറഞ്ഞാലും, ആ പറയുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ മനസ്സിലുള്ളതടക്കം അള്ളാഹു കൃത്യമായിട്ടറിയും. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുന്നവനല്ലേ. വഹുവൽ ലത്തീഫുൽ ഖബീർ, തീർച്ചയായും അവൻ നിഗൂഢ രഹസ്യങ്ങളും അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തെ അള്ളാഹു അവസാനിപ്പിക്കുകയാണ്. എല്ലാം കൃത്യമായി അറിയുന്നവൻ എന്നുള്ള ഒരാശയം അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്ന നേരത്ത് ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരർക്കൊപ്പം ഒരു യാത്രയിലായിരുന്നു. അബൂ മൂസൽ അശ്അരി റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, കാനൂ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ, ഞങ്ങൾ പ്രവാചകനോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. ഫറഫഉ അസ്വാത്തഹും ബിദ്ദുആ, ആളുകൾ വലിയ ശബ്ദത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോൾ പറഞ്ഞു, ഇന്നക്കും ല തദ്ഉന അസമ്മ വലാ ഗായിബ, നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത് ഒരു ബദിരനോടല്ല, അതേപോലെ തന്നെ മറഞ്ഞവനുമല്ല. ഇന്നക്കും തദ്ഉന ഖരീബൻ മുജീബൻ, വളരെ സമീപസ്ഥനായവനും ഉത്തരം നൽകുന്നവനുമായ അള്ളാഹുവിനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ശബ്ദമുഖരിതമാക്കേണ്ടതില്ല. യസ്മഉ ദുആഅക്കും വയസ്തജീബു, അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളും, അവൻ അതിന് ഉത്തരം നൽകുകയും ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പാലിക്കേണ്ട മിതമായ ശബ്ദത്തെ, ആ ശബ്ദ ക്രമീകരണത്തെ പ്രവാചകൻ അവിടെ പഠിപ്പിക്കുകയാണ്. അവിടെയും പറഞ്ഞു തന്നത് അള്ളാഹു കൃത്യമായി സമീപസ്ഥനാണ് എന്നുള്ളൊരു ചിന്തയാണ്. ഈ അറിവ് ഷഹാദത്തിൻ്റെ ഒരു ഭാഗമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള, അള്ളാഹു പറഞ്ഞിട്ടുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ള ആ അറിവ് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. എന്തെളുപ്പമുണ്ട് ഇസ്ലാം ആ രീതിയിൽ മനസ്സിലാക്കിയാൽ എന്നാലോചിച്ച് നോക്കുക. അങ്ങനെയാണ് ഷഹാദത്തിന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അറിവിനെ, ശക്തമായ അറിവ് ഒരു കാര്യത്തെ പറ്റിയുള്ള മനസ്സിലെ അനുഭവബോധ്യം കൂടിയാണ്. നമ്മുടെ അറിവുകൾ അനുഭവമാക്കുക എന്നതാണ്. അപ്പോൾ പദാർത്ഥ ലോകവും വിട്ട് വരാനിരിക്കുന്ന ഒരു ലോകത്തെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. ഇനി വരാനിരിക്കുന്ന പരലോകം, അവിടെ ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന, ഇഹവും പരവുമൊക്കെ നിയന്ത്രിക്കുന്ന ഒരു രക്ഷിതാവ് നമുക്ക് മുകളിലുണ്ട് എന്നുള്ള വിശ്വാസത്തെ നമ്മൾ കൃത്യമായ അനുഭവബോധ്യമാക്കുന്നത് എങ്ങനെയാണ്? ഖുർആൻ ചോദിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 28-ാമത്തെ വചനത്തിലൂടെ, കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക? വകുൻതും അംവാത്തൻ, നിങ്ങൾ നിർജീവമായ അവസ്ഥയിലായിരുന്നു. പടച്ചവനെ അള്ളാഹു സ്ഥാപിക്കുകയാണ്. നോക്കൂ, എങ്ങനെ നിങ്ങൾ അള്ളാഹിനെ നിഷേധിക്കും? നിങ്ങൾ നിർജീവമായ ഒരവസ്ഥയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഫഅഹിയാക്കും, എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു ജീവൻ നൽകുകയുണ്ടായി. സുമ്മ യുമീത്തുക്കും, പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു. സുമ്മ യുഹീക്കും, പിന്നീട് അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കുന്നു. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു കൃത്യമായ പ്രക്രിയ നമുക്ക് പറഞ്ഞു തരാൻ. അതിൽ ആദ്യ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ നിർജീവമായ അവസ്ഥയിലായിരുന്നു എന്നത്. അത് നമുക്കുള്ള ഒരു അറിവിൻ്റെ ഒരു ബോധ്യത്തെ അള്ളാഹു നമ്മുടെ മുമ്പിൽ ഇട്ടു തരികയാണ്. പടച്ചവനെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും? നിങ്ങൾ നിർജീവമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവരല്ലേ. സ്വന്തം അസ്തിത്വത്തിൻ്റെ ഒന്നുമല്ലായ്മയെ സംബന്ധിച്ചുള്ളൊരു കൃത്യമായ അറിവ് അവിടെ അള്ളാഹു പറയുന്നുണ്ട്. ഖുർആനിലെ 76-ാമത്തെ അധ്യായം സൂറ ദഹറിലെ 1-ാമത്തെ വചനം, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ, പ്രസ്താവ്യയോഗ്യമായ ഒന്നായി പരിഗണിക്കാൻ പോലും പറ്റാത്ത ഒരു കാലയളവ് മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്. എത്ര അർത്ഥവത്തായ, കുറിക്കുകൊള്ളുന്ന, നമ്മെ സംബന്ധിച്ചുള്ള ഒരു വീണ്ടു വിചാരം ഉണ്ടാക്കാവുന്ന കൃത്യമായ പടച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടലാണ്, ഒരു ബോധ്യം വരുത്തലാണ്. എൻ്റെയും നിങ്ങളുടെയും കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. എന്താണ് എന്നൊന്ന് പറഞ്ഞു തരാൻ പോലും പറ്റാത്ത, കേവലം ഒരു തന്മാത്ര പോലും അല്ലാത്ത, ഒരു അണുപോലും അല്ലാത്ത അത്രയും ഒരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പിതാവിൽ നിന്ന് സ്രവിക്കപ്പെട്ട 200 ദശലക്ഷത്തോളം വരുന്ന ബീജഗണികകളിൽ ഒന്നായിരുന്നു എന്നൊരു വസ്തുത നമ്മൾ അറിയേണ്ടതുണ്ട്. എന്നാൽ നമ്മളുടെ പിതാവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥയെപ്പറ്റി ആലോചിക്കുകയാണ് എങ്കിൽ അവിടെയാണ് ഈ പറയുന്നത്, എന്താണ് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു കാലം കഴിഞ്ഞുപോയി എന്ന്. അതിനുശേഷം നമ്മെ സംബന്ധിച്ചുള്ള അറിവിലേക്ക് വരികയാണ്. 200 ദശലക്ഷം ബീജഗണികയിൽ നിന്ന് ഒന്നു മാത്രമായി മാതാവിൻ്റെ അണ്ഡവുമായി സംഗമിക്കുമ്പോഴാണ് സിക്താണ്ഡം എന്ന് പറയുന്ന പുതിയൊരു രീതിയിലേക്ക് അത് മാറ്റം ചെയ്യപ്പെടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടത് സ്വയം വിഭജിക്കപ്പെടുകയാണ്. നമ്മുടെ ടിഷ്യൂകൾ ഉണ്ടാവുകയാണ്, കോശങ്ങൾ ഉണ്ടാവുകയാണ്. ഈ കോശങ്ങളുടെ വിഭജനം കൊണ്ട് നമ്മൾ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു പൂർണ്ണമായ ഒരു ശിശുവിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ഗർഭാസ്ഥ അവസ്ഥയിൽ കഴിയുന്ന ശിശുവിന് അതിൻ്റെ കൈകാലുകൾ ആവശ്യമില്ല, അതിൻ്റെ ഒരു അവയവവും അവിടെ ആവശ്യമില്ല. എന്തിനു വേണ്ടി അതങ്ങനെ സംവിധാനിക്കപ്പെട്ടു? കൃത്യമായ ആസൂത്രണവും അതേപോലെ തന്നെ കൃത്യമായ തയ്യാറെടുപ്പും മാതാവിൻ്റെ ഗർഭാശയത്തിൽ വച്ച് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയവനാണ് അല്ലാഹു. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഈ ലോകത്ത് നിങ്ങൾ കൃത്യമായി ഒരുങ്ങേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? മറ്റൊരു ലോകം നിങ്ങൾ അഭിമുഖീകരിക്കാനിരിക്കുന്നു. മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് നിങ്ങളുടെ രക്ഷിതാവ് ഒരുക്കിയതുപോലെ നിങ്ങൾ സ്വയം ഒരുങ്ങണം. എന്തിനു വേണ്ടി? മറ്റൊരു ലോകത്തെ പ്രതികൂലമായ അവസ്ഥകളെ അതിജയിക്കാൻ. മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് നിങ്ങളെ ഒരുക്കിയത് ദുനിയാവിലെ പ്രതികൂലാവസ്ഥയെ അതിജയിക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിരുന്നു. നിങ്ങളുടെ ജീവന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള
വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവയവങ്ങളെയെല്ലാം പ്രദാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 200 ദശലക്ഷത്തോളം വരുന്ന ബീജഗണികളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുത്തവൻ ആരാണ്? ഒരു 100 ചോദ്യങ്ങൾ നമുക്കിവിടെ ചോദിക്കാനുണ്ട്. ഗർഭാശയത്തിന് പുറത്തെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഇതിനെ ക്രമീകരിച്ചവൻ ആരാണ്? ഓരോന്നിൻ്റെയും ഘട്ടത്തിലും സമയവും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെയും ക്രമീകരിച്ച് നൽകിയവൻ ആരാണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് പോലും കൃത്യമായി ക്രമീകരിക്കപ്പെട്ടു. ആ ക്രമീകരണങ്ങളിൽ വരുന്ന താളപ്പിഴവുകൾ പോലും വലിയ പ്രശ്നങ്ങളായി ജീവിതത്തിൽ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇവിടെയൊക്കെയും വിശ്വാസികൾക്ക് ബോധ്യം വരുന്നൊരു കാര്യത്തിലേക്ക് അള്ളാഹു നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. നിങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്നവൻ, ചെറിയ ചെറിയ കണികകളിൽ പോലും അവൻ്റെ ഇടപെടലുകൾ നിങ്ങൾക്ക് ബോധ്യം വരുത്തുന്നവൻ, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ഈ അള്ളാഹുവിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കാം. ഈ ചോദ്യങ്ങൾക്കൊക്കെയും എന്തുത്തരമാണ് അവർക്ക് പറയാനുണ്ടാവുക? യാദൃച്ഛികത എന്ന് പറഞ്ഞ് സ്വയം സമാശ്വസിക്കുക എന്ന് മാത്രമാണ്. ജീവിതം എന്ന് പറയുന്നത് മനോഹരമായ ഒരു മഹാകാവ്യത്തെക്കാളും അതിജയിക്കുന്ന വിധത്തിലുള്ള വലിയൊരു സംഭവമാണ് ജീവിതം എന്ന് പറയുന്നത്. അത്രയും വലിയൊരു സംഭവത്തെ കേവലം യാദൃച്ഛികത എന്ന് പറഞ്ഞുകൊണ്ട് സമാശ്വസിക്കാൻ വിശ്വാസികൾ തയ്യാറല്ല. അവിടെയാണ് നാസ്തികരും വിശ്വാസികളും തമ്മിൽ വേർപിരിയുന്നത്. ഖുർആൻ എത്രയോ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഖുർആനിലെ 56-ാമത്തെ അധ്യായം സൂറ വാഖിയയിലെ 58-59 വചനങ്ങൾ. അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ഇന്ദ്രിയത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? അള്ളാഹു ചോദിക്കുകയാണ്. അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങളാണോ അത് സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ, അതല്ല നമ്മളാണോ? അള്ളാഹു ചോദിക്കുകയാണ്. നമ്മൾ എന്താണ് എന്ന് പോലും അറിയാത്ത, നമ്മളുടേതായ ഒരു ഇടപെടലും ഇല്ലാത്ത, യാന്ത്രികമായി സംഭവിച്ചു പോകുന്ന കാര്യങ്ങളിലെ കൃത്യമായ ഇടപെടലിനെ പറ്റി അള്ളാഹു പറഞ്ഞു തരികയാണ്. അള്ളാഹു അവിടെയൊക്കെയും ആവർത്തിച്ച് പറഞ്ഞു തരുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യമാണ്. ഈ ബോധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഷഹാദത്ത് അർത്ഥവത്താവുക. ആ അള്ളാഹുവിനെയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിലൂടെ ആ അല്ലാഹയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ അത് അറിവിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ അറിവ് നമുക്ക് ബോധ്യവുമായിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, ഖുർആൻ ഇറങ്ങിയിട്ടുള്ള ആദ്യകാല വചനങ്ങളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് റബ്ബ് എന്നാണ്. ഒന്നാമതായി ഇറങ്ങിയിട്ടുള്ള 96-ാമത്തെ അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലക്കിൽ നിന്നാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇഖ്റ, വീണ്ടും നീ വായിക്കുക. വ റബ്ബുക്കൽ അക്രം, നിന്റെ രക്ഷിതാവ് അത്യുദാരനാകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം, അവൻ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്. അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യന് അറിവില്ലാത്തത് പഠിപ്പിച്ചതാണ്. ആ പറഞ്ഞെടുത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച വാക്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അവിടെ റബ്ബ് എന്ന് തന്നെയാണ്. കേവലം ഒരു സൃഷ്ടിപ്പ് മാത്രമല്ല, എന്തിനെങ്കിലും ഒന്ന് ഉണ്ടാക്കിയ ശേഷം അതിനെ കൈയൊഴിയുകയല്ല, തിരിച്ചു പോവുകയല്ല, മറിച്ച് അതിൻ്റെ വളർച്ചയിൽ ഘട്ടം ഘട്ടമായിട്ടുള്ള അതിൻ്റെ വളർച്ചയിൽ കൃത്യമായി പരിപാലിച്ചു പോകുന്ന ആ സംവിധാനത്തിനാണ് നമ്മൾ അലക്ക് അല്ലെങ്കിൽ റബ്ബ് എന്ന് പറയാം. ആ 5 വചനത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ 2 വാക്കുകൾ, 2 പദാർത്ഥങ്ങൾ, ഒന്ന് അലക്കും മറ്റൊന്ന് കലമുമാണ്. അലക്ക് എന്ന് നമ്മൾ പറയുന്നത് ബീജമെന്നും രക്തക്കട്ട എന്നൊക്കെ നമ്മൾ പഴയ പുരാതന കാലത്തൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ എന്താ, അലക്കാണ് ഒന്ന് എങ്കിൽ മറ്റൊന്ന് കലം, നമ്മൾ എഴുതുന്ന പേനയെ സംബന്ധിച്ചാണ്. ആ രണ്ടും നിരന്തരമായ വളർച്ചയിലൂടെ കടന്നു പോകുന്നതാണ്. അലക്കിൽ നിന്നാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണാവസ്ഥയിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യഘട്ടമാണ് അലക്ക് എന്ന് പറയുന്നത്. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ റബ്ബിനെ അള്ളാഹു ബോധ്യപ്പെടുത്തി തരികയാണ്. നിങ്ങളെ അലുക്കിൽ നിന്ന് ഈ കാണാവുന്ന സ്വന്തം നിലയിൽ വർത്തമാനം പറയാവുന്ന, പ്രതികരിക്കാവുന്ന
എന്തും സമർത്ഥിക്കാവുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ച് പരിപാലിച്ച് കൊണ്ടെത്തിച്ചവനാണ് ആ രക്ഷിതാവ്. അങ്ങനെ നമ്മൾക്കതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. കലമ് എന്ന് പറയുന്ന അതിൻ്റെ സാധ്യതകളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വലിയ സാധ്യതയാണ് പറയുന്നത്. കലമ് ആദ്യകാലത്തുള്ള കേവലം ഒരു എഴുത്താണി മാത്രമല്ല എന്നുള്ളത്. അത് നമ്മൾ കമ്പ്യൂട്ടറിലും മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ മൗസ് ഉണ്ട് അവിടെ, അതേപോലെ തന്നെ കീബോർഡുകളുണ്ട്. ഇനി നമ്മളുടെ ബ്രെയിനിനെ പോലും രേഖപ്പെടുത്താവുന്ന ബ്രെയിൻ മാപ്പിംഗ് വരെ വരികയാണ്. എന്ന് വെച്ചാൽ കലമിൻ്റെ വ്യത്യസ്തങ്ങളായ സാധ്യതകളെ സംബന്ധിച്ച് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ എമ്പാടും അറിവുള്ളവനാണ്. ഈ വിവിധ തലങ്ങളിലൂടെ നിങ്ങളെ വളർത്തിക്കൊണ്ടുപോയിട്ടുള്ളവൻ ആരാണോ അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ആ അള്ളാഹുവിനെയാണ് ആരാധിക്കാൻ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതാണ് ഷഹാദത്തിലൂടെ നമ്മൾ അംഗീകരിക്കുന്നൊരു ഭാഗം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് ഫിർഔൻ ചോദിക്കുന്നുണ്ട്, കാല ഫമൻ റബ്ബുക്കുമായ മൂസ, മൂസ, ഹാറൂൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷിതാവ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞതായി ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറ ത്വാഹയിലെ 50-ാമത്തെ വചനത്തിൽ അല്ലാഹു രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ സുമ്മ ഹദാ ഹൽഖഹു സുമ്മ ഹദാ. ഓരോ വസ്തുവിനും അതിൻ്റേതായ പ്രകൃതം നൽകുകയും സൃഷ്ടിക്കുകയും അതിൻ്റേതായ പ്രകൃതം നൽകുകയും പിന്നീട് മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തവൻ ആരാണോ അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഒരു വല്ലാത്ത ആശയലോകമാണ് മൂസാ നബി അലൈഹി സ്വലാം കൊച്ചു വചനത്തിലൂടെ ഫിർഔന്റെ മുമ്പിൽ പറയുന്നത്. അക്കാലഘട്ടത്തിൽ ഫിർഔൻ അത് എത്ര കണ്ട് മനസ്സിലായി എന്നുള്ള വേറെ കാര്യം. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എത്ര കണ്ട് വിജ്ഞാനത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ ആശയലോകം വളരെ വിസ്തൃതമാണ്. നോക്കൂ നിങ്ങൾ, ജന്തുക്കളുടെ ഒരു അത്ഭുത ലോകമുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം നമ്മളൊന്ന് ഉദാഹരിക്കുക. നമ്മൾ ഖുർആനിൽ പറയുന്ന തേനീച്ചയെ പറ്റിയുള്ള പരാമർശമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ജീവിച്ചു വരുന്ന പ്രത്യേകമായ ദേശാടന പക്ഷിയാണ് ഫ്ലമിംഗോ പക്ഷികൾ. ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ നാട്രോൺ തടാകമുണ്ട്. അഗ്നിപർവ്വതങ്ങൾക്ക് ശേഷം തൊട്ടടുത്തുള്ള മറ്റൊരു ഭാഗമാണ് ഈ നാട്രോൺ തടാകം എന്ന് പറയുന്നത്. അവിടെ ഒരു ജീവിയും വളരുകയില്ല. ആ തടാകത്തിൽ വരുന്ന ജീവികൾ ക്രിസ്റ്റലുകൾ പോലെ ആയിത്തീരുമെന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യം സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? നൈട്രോ കാർബണേറ്റിൻ്റെ അമിതമായ സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അവിടെ ഒരു ജീവിയും വളരുകയില്ല. എന്നാൽ ഈ ഫ്ലമിംഗോ പക്ഷികൾ അവയുടെ സ്കിന്നിന് അതിനെ അതിജീവിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് വർഷത്തിൽ 1-2 തവണ 20 ലക്ഷത്തോളം ഫ്ലമിംഗോകൾ ആ തടാകത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അവിടെ എല്ലാ അത്ഭുതം എന്ന് പറയുന്നത് ആ തടാകത്തിൽ എത്തിച്ചേരുന്ന ആ ഫ്ലമിംഗോകൾ അവിടെ മുട്ടയിടുന്നു. മുട്ടയിട്ട് അവരെ തൊട്ടടുത്തുള്ള ശുദ്ധമായ മറ്റൊരു തടാകത്തിലേക്ക് അവർ പോകുന്നു. ഈ മുട്ട സ്വയം വിരിഞ്ഞ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തങ്ങളുടെ മാതാക്കൾ പോയിട്ടുള്ള അതേ ശുദ്ധജല തടാകത്തിലേക്ക് അവർ പോവുകയാണ്. ആരാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? ആരാണ് ഈ ഫ്ലമിംഗോ പക്ഷിക്ക് നാട്രോൺ തടാകം ഇവിടെ ഉണ്ട് എന്നും അവിടെ മറ്റു ജീവികളുടെ ശല്യമൊന്നുമില്ലാതെ നിങ്ങളുടെ മുട്ടകൾ അവിടെ സുരക്ഷിതമായി കഴിഞ്ഞുകൊള്ളുമെന്നുള്ള ആ വിവരം കൊടുക്കുന്നവൻ ആരാണ്? അതൊക്കെയും നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്തിൽ അന്തർലീനമാണ്. അത്ഭുതം അതല്ല, ആ ശുദ്ധജല തടാകത്തിലെത്തിയ ഈ കുഞ്ഞുങ്ങളെ അവയുടെ അമ്മക്കിളികളെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഖുർആനിലൊരു പരാമർശമുണ്ട്. 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 146-ാമത്തെ വചനം പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണ്. നിന്റെ അവതരണത്തെ സംബന്ധിച്ച്, പ്രവാചകനെ സംബന്ധിച്ച് സംശയിക്കുകയാണ് വേദക്കാരായ ആളുകൾ. എന്നാൽ അല്ലാഹു പറയാ യഅരിഫൂനഹു, താങ്കളെ അവർ അറിയും. ഏതുപോലെ എന്നറിയാവോ? കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ അവർ താങ്കളെ തിരിച്ചറിയുന്നു. അപ്പോൾ ഈ ഫ്ലമിംഗോകൾ അവയുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി തിരിച്ചറിഞ്ഞ് അറിയുകയാണ്. അവ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിലൂടെ ഓരോന്നും അവനവൻ്റെ മക്കളെ തിരിച്ചറിയുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ് പറഞ്ഞത്. അള്ളാഹു സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും കൃത്യമായി മാർഗനിർദ്ദേശം നൽകുകയും ഒക്കെ
ചെയ്യുന്നൊരവസ്ഥയെ സംബന്ധിച്ചാണ് പറയുന്നത്. ആർട്ടിക് ടേൺ എന്ന് പറയുന്ന ദേശാടന പക്ഷിയുണ്ട്. യൂറോപ്പിൻ്റെ ആർട്ടിക് ഭൂപ്രദേശത്ത് നിന്ന് അത് ഏഷ്യയിലേക്കും വടക്കേ അമേരിക്കയിലൊക്കെയുള്ള അതിൻ്റെ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ അത് പറക്കുന്നത് 70,900 കിലോമീറ്ററാണ്. അത്ഭുതം എന്നാലോചിച്ച് നോക്കണം. ഒരു വൈമാനികൻ്റെയും പിന്തുണയില്ലാതെ അത്രയും ദൂരം ഒരു വർഷത്ത് അത് വരികയും അതിനിടയിൽ അതിന് പ്രചരണം നടത്തുകയും അതിന് കുഞ്ഞുങ്ങൾ വിരിയുകയും വിരിയുന്ന കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാക്കൾ പോയ ഭാഗത്തേക്ക് സ്വന്തം അവർ പറന്നു പോവുകയും ചെയ്യുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇതൊക്കെയും നിങ്ങളുടെ രക്ഷിതാവ് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യമാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഷഹാദത്തിലുള്ള നമ്മുടെ കൃത്യമായ അർത്ഥവും പൊരുളുമാണ്. അങ്ങനെ നമുക്ക് ഷഹാദത്ത് ഉൾക്കൊള്ളാൻ കഴിയണം. അവിടെ മറ്റൊരാൾക്ക് കയറി വരാൻ, മറ്റൊരു ശക്തിക്ക് കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളും അതിലൂടെ അടഞ്ഞു പോകുന്നുള്ളതാണ്. ആ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ നമ്മുടെ ഷഹാദത്തുകളെ അർത്ഥവത്താക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവിലൂടെയും ബോധ്യത്തിലൂടെയും നമ്മുടെ വിശ്വാസത്തെ കറകളഞ്ഞതാക്കി തീർക്കുക, അന്യൂനമാക്കി തീർക്കുക എന്നതാണ് പറഞ്ഞു വരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് സാക്ഷിയാവുക എന്നത്. അവിടെയാണ് ഷഹാദത്ത് കടന്നു വരുന്നത്. ഇങ്ങനെ നിങ്ങൾ അറിഞ്ഞ രക്ഷിതാവ്, ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബോധ്യം വന്ന രക്ഷിതാവ്, ആ രക്ഷിതാവല്ലാതെ ആരാധനയ്ക്ക് മറ്റർഹനായി വേറെ ആരുമില്ല എന്നത് നിങ്ങൾ പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപനം അർത്ഥവത്തായി തീരണം. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറ ആലു ഇമ്രാനിലെ 18-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹു സാക്ഷിയാണ് കേട്ടോ. ഏത് കാര്യത്തിന്? അള്ളയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതിന് അള്ള സാക്ഷിയാണ്. വൽ മലായിക്കത്തു, അവൻ്റെ മലക്കുകളും അതിന് സാക്ഷിയാണ്. വ ഉലുൽ അൽമി ഖായിമൻ ബിൽ ഖിസ്ത്, അതേപോലെ തന്നെ അറിവുള്ളവരും അതേപോലെ തന്നെ സാക്ഷിയായിട്ടുള്ളവരും, നീതിക്ക് സാക്ഷിയായിട്ടുള്ളവരും നീതി നിർവഹിക്കുന്നവരും അതിന് സാക്ഷിയാണ്. എന്താണ്? ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ അസീസുൽ ഹക്കീം, അത് അവൻ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു എന്നതിന് ഈ ലോകം മുഴുക്കെ സാക്ഷിയാണ് എന്നത് ആ വചനത്തിലൂടെ അള്ളാഹു പറയാം. ഇനി അള്ളാഹു അത് തിരിഞ്ഞ ശേഷം നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 143-ാമത്തെ വചനം, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്. വകദാലിക ജഅൽനാകും, അപ്രകാരം നിങ്ങളെ നമ്മളാക്കിയിരിക്കുന്നു. അള്ളാഹു പറയാണ് വസത്തൻ, ഒരു മധ്യമ സമൂഹമാക്കി മാറ്റി. ലിതകൂനു ശുഹദാഅ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകണം. ഈ പറഞ്ഞ സംഗതികൾക്ക് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകണം. വയകൂന റസൂലു അലൈക്കും ഷഹീദ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങൾക്കും സാക്ഷിയാണ്. നിങ്ങൾ അറിവുള്ളവരും കാര്യം മനസ്സിലാക്കിയവരും ബോധ്യമായവരുമാണ് എങ്കിൽ ആ കാര്യങ്ങൾക്ക് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകണം. ജീവിതത്തിൽ ഊടും പാവുമില്ലാതെ പോകുന്ന മനുഷ്യർക്ക് കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ നിങ്ങളിലൂടെ സാധിക്കേണ്ടതുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരണമെന്നാണ് പറയുന്നത്. ഈ ആയത്തിനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. അത് ഖിബല മാറ്റത്തെ സംബന്ധിച്ചുള്ളതാണ്. മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതിനിടയിൽ വഹി ഇറങ്ങുകയും പ്രവാചകൻ നേരെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയും ചെയ്തു.
ആ നമസ്കാരത്തെ കിബില മാറിയപ്പോൾ ബഹുദൈവ വിശ്വാസികളായ ആളുകളും അതേപോലെ ജൂതന്മാരായിട്ടുള്ള ആളുകളുമൊക്കെയും മുനാഫിക്കുകളായ ആളുകളുമൊക്കെയും പരിഹസിക്കുകയുണ്ടായി. മുഹമ്മദ് ഇതാ പാരമ്പര്യമായി നമ്മൾ ശീലിച്ചു വന്നതിനൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ പൂർവ്വപിതാക്കളൊക്കെയും തിരിഞ്ഞു നിന്ന ഭാഗത്തുനിന്ന് അവൻ സ്വന്തമായ ഇടത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് ആക്ഷേപിക്കുകയുണ്ടായി. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നിടത്തേക്ക് തിരിയുക എന്നതിൽ യാതൊരു വൈക്ലഭ്യവും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ആ വചനത്തിലൂടെ പറഞ്ഞത്. പടച്ചവൻ പറഞ്ഞിടത്ത് കുമ്പിടാൻ, അള്ളാഹുവിന് കീഴൊതുങ്ങാൻ ഞങ്ങളിതാ തയ്യാറായിരിക്കുന്നു എന്നതാണ് ആ വചനത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കി ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകണം. ഖുർആനിലെ മറ്റൊരു ഭാഗത്ത് വേദക്കാരെ വിളിക്കുകയാണ്. കുൽ, പറയുക പ്രവാചകരെ, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദത്തിൻ്റെ ആളുകളെ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, നമുക്കും നിങ്ങൾക്കുമിടയിൽ സമാനതയുള്ള ഒരു വചനത്തിലേക്ക് നിങ്ങൾ വരിക. ഏതാണ് ആ വചനം? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റാരുമില്ല എന്ന കാര്യത്തിലേക്ക്. വലാ നുശ്രികു ബിഹി ഷൈഅ, പടച്ചവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നത് നമ്മൾ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതിലേക്ക് നിങ്ങൾ വരിക എന്ന് നിങ്ങൾ ക്ഷണിച്ചുകൊള്ളുക. വലാ യത്തഹിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, പടച്ചവന് പുറമെ നമ്മളിൽ ചിലരെ ചിലർ രക്ഷിതാക്കളാക്കുന്ന ആ ഏർപ്പാട് അവസാനിപ്പിക്കണം എന്നതിലേക്കും നിങ്ങൾ വരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെടുക. ഫൈൻ തവല്ലു, ഇനി അവർ അത് കേൾക്കുന്നില്ല, തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഖൂലു, നിങ്ങൾ പറഞ്ഞുകൊള്ളുക, ഇഷ്ഹദൂ ബി അന്നാ മുസ്ലിമൂൻ, നിങ്ങൾ സാക്ഷികളാകണം. എന്തിന്? ഞങ്ങൾ വിശ്വാസികളാണ് എന്നതിന്, ഞങ്ങൾ അള്ളാഹുവിൽ കീഴൊതുങ്ങിയവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷികളാകണമെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞുകൊള്ളുക. ഇസ്ലാം അതിൻ്റെ ആദ്യകാലത്തേക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. അതിങ്ങനെയാണ്: ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തികച്ചും അപരിചിതമായ അവസ്ഥയിലാണ് വന്നത്. ഒരാളും ഇസ്ലാമാകാൻ പേരുകൊണ്ട് അറിയപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം, അറിയപ്പെട്ടാൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം. അതേപോലൊരു അവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു പോകും. ഫസയഊദു കമാ ബദ, നമ്മൾ വായിച്ചത് ഉത്തർപ്രദേശിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടർക്ക്, ഒരു മുസ്ലിം ഡോക്ടർക്ക് സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ അവിടെ വലിയ പ്രക്ഷോഭം നടക്കാൻ പോകുന്നു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ പേരിനെ പോലും മറ്റുള്ളവർ ഭയപ്പെടുകയാണ്. ഇസ്ലാം അതിൻ്റെ അപരിതമായ അവസ്ഥയിലേക്ക് പോകും. ആ പോകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫതൂബാലിൽ ഉറബാ, അന്ന് ആ അപരിതരായ ആളുകൾക്ക് സർവമംഗളങ്ങളും, അന്ന് ഈ പ്രയാസങ്ങളും ഈ ആക്രമണങ്ങൾക്കൊക്കെയും വിധേയരാകുന്ന ആളുകൾ ആരുണ്ടോ അവർക്ക് സർവമംഗളങ്ങളും എന്നാണ് ആ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്. ഒരു കാലഘട്ടം വരും, അന്ന് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കൊണ്ടു നടക്കുക എന്നുള്ളത് ഏതുപോലെ ആയിത്തീരും? ഒരു കനൽക്കട്ടയെ, കത്തിജ്വലിക്കുന്നൊരു ഒരു തീക്കട്ടയെ സ്വയം കയ്യിലെടുത്ത് പിടിച്ചാൽ എങ്ങനെയായിരിക്കും ഒരാൾക്ക് അനുഭവപ്പെടാം? അതേപോലെ ആയിരിക്കും. അത്തരം കാലഘട്ടത്തിലും നിങ്ങളതിന് സാക്ഷികളാകണം. വഷ്ലിതകൂനു ശുഹദാ അലന്നാസ്, എത്ര കൃത്യമാണ് അള്ളാഹു അവിടെ ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യണം? ഫസ്തംസിക് ബില്ലദി ഊഹിയ ഇലൈക ഇന്നക അലാ സിറാത്തി മുസ്തഖീം, പ്രവാചകനോട് പറയാം, നീ നിനക്ക് ലഭിക്കപ്പെട്ട ദിവ്യബോധനത്തെ നീ മുറുകെ പിടിച്ചു കൊള്ളുക. തീർച്ചയായും നീ ഏറ്റവും ചൊവ്വായ മാർഗത്തിൽ തന്നെയാകുന്നു. അത് തന്നെയാണ് വിശ്വാസികളോടും പറയുന്നത്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ഇബാദത്തുൽ ഫിൽ ഹർജി കഹിജ്റത്തു ഇലയ്യ, പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ പടച്ചവനിലേക്ക് ഹിജ്റ പോകുന്നതിന് തുല്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാം. ആ കാലഘട്ടത്തിലും നീതിക്കും അതേപോലെ തന്നെ അള്ളാഹുവിനെ ഏകനാക്കുന്ന ഈ വിഷയത്തിലും ഷഹാദത്തിലും സ്വയം സാക്ഷികളാകണമെന്നാണ് പറയുന്നത്. ആ രീതിയിൽ ഏത് അവസ്ഥയിലും അള്ളാഹുവിൻ്റെ കൃത്യമായ ഷഹാദത്തിന് സാക്ഷികളായിത്തീരാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും
മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു വേർപിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ ഫലസ്തീനിൽ പ്രയാസങ്ങൾക്ക് നടുവിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്റിനാ മിനൻ